വെൽക്കം, തഹ്മാനാണ്. ആന്റി ട്യൂബർക്കുലാർ ഡ്രഗ്സ് ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് മരുന്നുകളെ കുറിച്ചാണ് പറയുന്നത്. വൺ ഈസ് ഐസോനിയാസിഡ് ഓർ INH. രണ്ടാമത്തെ മരുന്ന് റിഫാംബസിൻ ഓർ നമ്മൾ അതിനെ റിഫാംപിൻ എന്നും വിളിക്കും. R എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുക H എന്നാണ്. സോ ഈ രണ്ട് മരുന്നുകളെയും നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ആന്റി TB ഡ്രഗ്സിലെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് HRZE ആണ്. അതിലെ H ആണത് R ആണ്. സോ HINH ആണ്, R റിഫാംബസിൻ ആണ്. ഇതിൽ മോസ്റ്റ് എഫക്റ്റീവ് ആന്റി TB മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമുക്ക് റിഫാംബസിൻ ആണ് എന്നാണ് നമ്മൾ പറയുക. സോ റിഫാംബസിൻ ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ആന്റി TB ഡ്രഗ്. രണ്ട് മരുന്നും ഫസ്റ്റ് ലൈൻ ആണ്. ഐസോനിയാസിഡും ഫസ്റ്റ് ലൈൻ ആണ്. ഇതും ഫസ്റ്റ് ലൈൻ ഇൻ TB ആണ് എന്ന് നമ്മൾക്ക് ഓൾറെഡി അറിയാം. ആൻഡ് രണ്ടും സിഡൽ ആണ്, ബാക്ടീരിയസിഡൽ ഓർ മൈക്കോബാക്ടീരിയസിഡൽ ആണ്. രണ്ട് മരുന്നും ബാക്ടീരിയസിഡൽ. അപ്പോൾ നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഐസോനിയാസിഡ് ഈസ് എ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ വിഭാഗത്തിൽ വരുന്ന മരുന്നാണ്. മൈക്കോബാക്ടീരിയയുടെ സെൽ വാൾ ആണ് ഉണ്ടാക്കുന്നത് തടയാൻ. സോ ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. റിഫാംബസിന്റെ ആക്ഷൻ വ്യത്യസ്തമാണ്. റിഫാംബസിൻ തടയുന്നത് DNA ഡിപെൻഡന്റ് RNA പോളിമറേസിനെയാണ് തടയുക. സോ RNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ഇത് തടയുക. സോ മരുന്ന് സെല്ലിനകത്ത് കയറണം. സെല്ലിനകത്ത് കയറി ന്യൂക്ലിയസിന്റെ അകത്ത് DNA എത്തിയിട്ടാണ് പ്രവർത്തിക്കുക. സോ റിഫാംബസിൻ ഇസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് മൈക്കോബാക്ടീരിയൽ RNA പോളിമറേസ് ആൻഡ് ദിസ് വൺ ഈസ് എ പ്രോ ഡ്രഗ് ആണ്. റിഫാംബസിൻ ഒരു പ്രോ ഡ്രഗ് ആണ്. INHന് സെല്ലിൽ പ്രവർത്തിക്കാൻ നീഡ്സ് ആക്ടിവേഷൻ വേണം. സോ ഇത് പ്രോ ഡ്രഗ് ആണോ? അല്ല. ദിസ് ഇസ് ഡയറക്ട്ലി ആക്ടിംഗ് ആണ്. റിഫാംബസിൻ നേരിട്ട് DNAയിൽ ന്യൂക്ലിയസിൽ കയറി RNA പോളിമറേസിന്റെ ആക്ഷൻ തടയുന്ന മരുന്നാണ്. അപ്പോൾ INH എങ്ങനെയാണ് സെൽ വാൾ സിന്തസിസ് തടയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ വാൾ ഉണ്ടാക്കാനായിട്ട് മൈക്കോബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കാനായിട്ട് പെപ്റ്റിഡോഗ്ലൈക്കൻ മാത്രം പോരാ. രണ്ട് കാര്യങ്ങൾ കൂടി വേണം. ഒന്ന് മൈക്കോളിക് ആസിഡ് വേണം. മൈക്കോളിക് ആസിഡ് വേണം. ദെൻ അരാബിനോ ഗാലക്ടാൻ അതും ആവശ്യം. അരാബിനോ ഗാലക്ടാനിൽ നമ്മുടെ മരുന്ന് ഇടപെടുന്നില്ല. നമ്മുടെ മരുന്ന് മൈക്കോളിക് ആസിഡ്. മൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ഫാറ്റി ആസിഡ് ആണ്. ആൻഡ് ഇത് ഉണ്ടാകുന്നത് അസറ്റൈൽ കോ എയിൽ നിന്നാണ് ഉണ്ടാവുക. അസറ്റൈൽ കോ എയിൽ ഫാറ്റി ആസിഡ് സിന്തേസ് 1 ഫാസ് 1 എന്ന് പറയും. സോ അത് വെച്ചിട്ട് ആദ്യം ഒരു ഫാറ്റി ആസിഡ് ആകും. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഫാറ്റി ആസിഡ് സിന്തേസിന്റെ സഹായത്തോടു കൂടി ഫാറ്റി ആസിഡ് സിന്തേസ് 2 വഴി ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു മൈക്കോളിക് ആസിഡ്. ഈ മൈക്കോളിക് ആസിഡ് വെച്ച് പിടിപ്പിക്കുമ്പോഴാണ് അതിന്റെ സെൽ വാൾ ഉണ്ടാവും. സോ ആക്ടിവേറ്റഡ് ആയ പ്രോ ഡ്രഗ് ആയിരുന്നത് പ്രോ ഡ്രഗ് ആക്ടിവേറ്റഡ് ആകുന്നു. ആൻഡ് ദിസ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള INH ആണ് ദിസ് ഫാസിനെ തടയുക. സോ അപ്പോൾ എങ്ങനെ INH ആക്ടിവേറ്റഡ് ആകാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എൻസൈം ഉണ്ട്. അതിന്റെ പേര് കാറ്റാലേസ് പെറോക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. കാറ്റാലേസ് പെറോക്സിഡേസ് ഉള്ളത് TBയിലെ എൻസൈം ആണ് ഇത് ചെയ്യുന്നത്. സോ പ്രോ ഡ്രഗ് ആക്ടിവേറ്റഡ് ബൈ ദിസ് കാറ്റാലേസ് പെറോക്സിഡേസ് ടു ഫോം ദ റിയാക്റ്റീവ് സംഭവം. സോ അത് NAD ഒക്കെ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ എൻസൈം കാറ്റലൈസ് പെറോക്സിഡേസിനുള്ള എൻസൈം അതിന്റെ പേര് കാറ്റ് ജീൻ എന്നാണ്. കാറ്റ് ജീൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞ INHന് ദിസ് FAS2നെ തടയാൻ മറ്റ് രണ്ട് പ്രോട്ടീനുകൾ കൂടി സഹായം ആവശ്യമാണ്. ഒന്ന് INHA എന്നൊരു പ്രോട്ടീനെ തടയണം. ദെൻ അടുത്ത പ്രോട്ടീൻ CAS-A എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെയും കൂടി തടയണം. സോ ഇത് രണ്ടും കൂടി ചേർന്ന് തടയുമ്പോഴാണ് ദിസ് FAS2നെ തടയാൻ പറ്റും. സോ അങ്ങനെ തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും മൈക്കോളിക് ആസിഡ് ഉണ്ടോ? ഇല്ല. മൈക്കോളിക് ആസിഡ് ഇല്ലെങ്കിൽ മൈക്കോബാക്ടീരിയത്തിന് സെൽ വാൾ ഇല്ല. സോ TB ബാക്ടീരിയ ചത്തു. സോ ഇതാണ് ഇതിന്റെ സിഡൽ ആക്ഷൻ. ആൻഡ് അഡീഷണലി പ്ലസ് ഒരു ആക്ഷൻ കൂടി പറയുന്നുണ്ട്. അത് ഫോളേറ്റ് സിന്തേസിനെ തടയുന്ന ആക്ഷൻ കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഈ മരുന്നുകളോടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തെല്ലാം അത് നമുക്ക് ഈ സ്ലൈഡിൽ തന്നെ പറയാം. മെക്കാനിസം ആക്ഷൻ ഒപ്പം തന്നെ പറയുന്നതാണ് നല്ലത്. സോ റിഫാംബസിൻ തടയുന്നത് DNA ഡിപെൻഡന്റ് അല്ലെങ്കിൽ RNA പോളിമറേസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇതിന്റെ ജീൻ എന്ന് പറയുന്നത് RPO RNA പോളിമറേസ് തന്നെയാണ്. RPOB ജീൻ ആണ്. സോ RPO ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ റിഫാംബസിന് പ്രവർത്തിക്കാൻ പറ്റില്ല. സോ റിഫാംബസിൻ റെസിസ്റ്റൻസ് ഈസ് ഡ്യൂ ടു RPO ജീൻ മൂലമാണ്. അപ്പൊ INHന്റെ റെസിസ്റ്റൻസ് കാറ്റ് ജീൻ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ INHനോട് റെസിസ്റ്റന്റ് ആകും. സോ INHനെ ആക്ടിവേറ്റഡ് ആകാൻ പറ്റില്ല. നോ ആക്റ്റീവ് മെറ്റബോളൈറ്റ്. അപ്പൊ പിന്നെ ആക്ഷൻ ഇല്ല. ദെൻ INHAയിൽ മ്യൂട്ടേഷൻ വന്നാലും അത് കൂടുതലായാലും ഇതിന്റെ ആക്ഷൻ നഷ്ടപ്പെടാം. ദെൻ CAS-A മ്യൂട്ടേഷൻ വന്നാലും ആക്ഷൻ നഷ്ടപ്പെടാം. അതിൽ കാറ്റ് ജീൻ മ്യൂട്ടേഷൻ ആണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എങ്കിലും രണ്ടു തരം മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ INHനോട് റെസിസ്റ്റൻസ് ആണ്. ഒരു മ്യൂട്ടേഷൻ മാത്രമുള്ളൂ എങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുക ഇൻക്രീസ് ദ ഡോസ് ഓഫ് INH ആണ് എന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തെറാപ്പി വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഏതിനോടാണ് റെസിസ്റ്റൻസ് പ്രിവലൻസ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് INHനോടാണ്. INH ഒരു 1:10⁻⁷
to 8 ഇത്രയും ബാസിലൈസ് ഇതിനോട് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളപ്പോൾ റിഫാമ്പസിന് ഇത്തിരി കുറവാണ്. 1:10⁻⁶ മാത്രമേ ഉള്ളൂ. ആൻഡ് INH-നോട് റെസിസ്റ്റൻസ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ അതിനെ MDR-TB എന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB അല്ല. പക്ഷേ ഇതിനോട് റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന കണ്ടീഷനിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി ഈ മരുന്നുകളിൽ ആരാണ് കൂടുതൽ പൊട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പൊട്ടന്റ് ദ പ്രൈസ് ഗോസ് ടു INH ആണ് കൂടുതൽ പൊട്ടന്റ്. INH ഈസ് മോർ പൊട്ടന്റ് ദാൻ റിഫാമ്പസിൻ. ഇനി നമുക്ക് പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ INH പ്രവർത്തിക്കുന്നത് റാപ്പിഡ്ലി വേഗത്തിൽ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്ന മൈക്കോബാക്ടീരിയയിലാണ് ഇത് കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കും. റാപ്പിഡ്ലി ഗ്രോയിങ് ബാക്ടീരിയകളെയാണ് INH വേഗം കൊല്ലുക. സോ അപ്പൊ എന്താ ഗുണം? INH വിൽ റെഡ്യൂസ് ദ റാപ്പിഡ് ബാക്ടീരിയൽ ഗ്രോത്ത്. അപ്പൊ INH രോഗിയിൽ നോൺ ഇൻഫെക്ഷ്യസ് ടു അതേഴ്സ് ആക്കുന്നു എന്നുള്ളതാണ് INH. ഈ രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പടർത്താനുള്ള ആ ശേഷി എടുത്ത് കളയുന്നു ബിക്കോസ് ഓഫ് ദിസ് ഇൻഹിബിഷൻ ഓഫ് റാപ്പിഡ്ലി ഗ്രോയിങ് ബാക്ടീരിയ. അപ്പോൾ റിഫാമ്പസിൻ ആക്ട് ചെയ്യുന്നത് സ്ലോലി ഗ്രോയിങ് പതിയെ വളരുന്ന ബാക്ടീരിയകളെ, സ്ലോലി ഗ്രോയിങ് ഓർ നമുക്കതിനെ ഡോർമന്റ് ഒളിച്ചിരിക്കുന്ന നമ്മുടെ സെല്ലിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന ആ ബാക്ടീരിയകളെയാണ്, അല്ലെങ്കിൽ ഉദാഹരണം കേഷ്യസ് ബാക്ടീരിയ, ഡോർമന്റ് കേഷ്യസ് ആ പഴുപ്പുണ്ടല്ലോ, ആ പഴുപ്പിനകത്തൊക്കെ ഇരിക്കുന്ന ബാക്ടീരിയകളെ കൊല്ലുന്നതാണ്. സോ ദീർഘനാളായി ഒളിച്ചിരിക്കുന്ന ബാക്ടീരിയകളെ കൊല്ലുന്നതാണ് റിഫാമ്പസിൻ. സോ അതിനെ നമ്മൾ സ്പട്ടേഴ്സ് എന്നാണ് പറയാം, അങ്ങനെ ഒളിച്ചിരിക്കുന്നതിനെ സ്പട്ടേഴ്സ്. ആൻഡ് ഈ സ്പട്ടേഴ്സ് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകാം, ഭയങ്കരമായിട്ട് വീണ്ടും ആക്റ്റീവ് ആകാം. സോ റിഫാമ്പസിന്റെ റോൾ എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. ബാക്ടീരിയ അല്ലെങ്കിൽ രോഗത്തെ തുടച്ചു നീക്കലാണ് റിഫാമ്പസിൻ ചെയ്യുക. ഇത് റാപ്പിഡ്ലി ഡിവൈഡിങ്ങിനെ കൺട്രോൾ ചെയ്ത് നിർത്തലാണ് ഇതിന്റെ റോൾ എന്ന് പറയും. ഇനി INH-നും റിഫാമ്പസിനും രണ്ടിനും സെല്ലിനകത്തെയും പുറത്തെയും, സെല്ലിനകത്ത് ഇവിടെ കയറിയാണല്ലോ നമ്മുടെ TB അധികവും വളരുക. സോ പുറത്തുള്ള TB അണുക്കളെയും അകത്തുള്ള TB അണുക്കളെയും, സോ ഇൻട്രാ സെല്ലുലാർ ആൻഡ് ഓൾസോ എക്സ്ട്രാ സെല്ലുലാർ രണ്ടിനെയും കൊല്ലാൻ രണ്ടുപേർക്കും പറ്റും. ഇവിടെയും പറ്റും ആൻഡ് ഓൾസോ റിഫാമ്പസിനും ഇത് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ബോത്ത് ആർ സിഡൽ ആണ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇനി രണ്ട് മരുന്നും ഒരുമിച്ച് കൊടുത്താലോ? രണ്ട് മരുന്നും ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സെൽ വാൾ തകർക്കും അല്ലെ. INH ഇതിന്റെ സെൽ വാൾ തകർക്കുമ്പോൾ റിഫാമ്പസിന് കൂടുതൽ എളുപ്പത്തിൽ കടന്ന് ഇതിന്റെ ന്യൂക്ലിയസിനകത്തേക്ക് കയറാനായിട്ട് പറ്റും. ഇതിപ്പോ മൈക്കോബാക്ടീരിയ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, അപ്പോൾ ദിസ് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ദിസ് എഫക്ട് ഈസ് സൈനർജിസ്റ്റിക് എഫക്റ്റ് ആണ് എന്ന് നമുക്ക് കാണാം. ആഡിറ്റീവ് എഫക്റ്റ് ആണ്, സൈനർജിസ്റ്റിക് കോമ്പിനേഷൻ ആണ് INH-ഉം റിഫാമ്പസിനും കൂടി ചേർത്ത് കൊടുത്താൽ. അപ്പൊ നമുക്കിനി കൈനറ്റിക് ഫാർമക്കോ കൈനറ്റിക് ഡിഫറൻസസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് മരുന്നും ഓറലാണ്, ഇത് ഓറലാണ്, ഇതും ഓറലാണ്, രണ്ടിനും അബ്സോർപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ റിഫാമ്പസിൻ നമ്മൾ രാവിലെ ആഹാരത്തിന് മുമ്പ് വെറും വയറ്റിൽ കൊടുക്കണം, കാരണം ഫുഡ് ക്യാൻ ഇന്റർഫിയർ, ഫുഡ് ഇതിന്റെ അബ്സോർപ്ഷനിൽ ഇന്റർഫിയർ ചെയ്യും എന്നുള്ളതാണ്. ഇനി രണ്ട് മരുന്നിനും CYP എൻസൈംസിൽ പ്രവർത്തനമുണ്ട്. സോ മെറ്റബോളിസത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. INH-നെ കുറച്ച് എൻസൈം ഇൻഹിബിറ്റർ ആക്ഷൻസ് ഉണ്ട്, ഇൻഹിബിറ്റർ ആക്ഷൻസ് ആണുള്ളത്. എല്ലാത്തരം CYP എൻസൈംസിനെയും INH തടയും, എക്സെപ്റ്റ് ഒരാളാണ് എക്സെപ്ഷൻ, ദാറ്റ് ഈസ് CYP2E1-ൽ ഇതിന് പക്ഷേ ഇൻഡ്യൂസർ ആണ്. സോ ദിസ് ഈസ് എൻസൈം ഇൻഹിബിറ്റർ എക്സെപ്റ്റ് CYP2E1 വേർ ഇസ് ആൻ ഇൻഡ്യൂസർ ആണ്. സോ ഡ്രഗ് ഇന്ററാക്ഷൻ ഉള്ള ചാൻസ് ആന്റി-TB മരുന്നുകൾക്ക് കൂടുതലാണ് ബിക്കോസ് ഓഫ് ദിസ്. അപ്പോൾ റിഫാമ്പസിൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻസൈം ഇൻഹിബിറ്റർ വിഭാഗം മരുന്നാണ്. സോ ഇറ്റ്സ് ആൻ എൻസൈം ഇൻഹിബിറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ ധാരാളം ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ കൂടുതലാണ് റിഫാമ്പസിൻ എന്ന് പറയുന്ന. സോ TB ആണ് നമ്മൾ പറയുന്നത്. TBയുടെ കോണ്ടെക്സ്റ്റിൽ പല പ്രത്യേക ഇന്ററാക്ഷൻസും കൂടുതലുണ്ടാകും. ഇപ്പോൾ TB ഉള്ള ഒരാൾ ഗർഭിണിയാകാൻ തിരിക്കാൻ വേണ്ടി OCP കഴിക്കുകയാണെന്ന് വിചാരിക്കുക, അതിലെ ഈസ്ട്രോജൻ മെറ്റബോളിസം വർദ്ധിക്കും. ഈസ്ട്രോജന്റെ മെറ്റബോളിസം വർദ്ധിച്ചു കഴിയുമ്പോൾ OCPയുടെ എഫക്ട് വിൽ ഡിക്രീസ്, OCP ഫെയിലിയർ ഉണ്ടാകും. സോ വി ഹാവ് ടു യൂസ് ബാരിയർ മെത്തേഡ്സ് വല്ലതും ഉപയോഗിക്കണം. ഗുളിക ഉപയോഗിച്ചിട്ട് ഫലമില്ല. മറ്റൊരു ഇന്ററാക്ഷൻ വാർഫാറിനായിട്ടാണ്. വാർഫാറിൻ തിന്നറാണ്, ബ്ലഡ് തിന്നർ. സോ വാർഫാറിൻ നശിക്കുന്നത് CYP2C9 വഴിയാണ് മെറ്റബോളിസം നടക്കുന്നത്. ആന്റികോയാഗുലന്റ് ആണ്. അപ്പോൾ അതിന്റെ ആന്റികോയാഗുലന്റ് എഫക്ട് കുറയും, ഡിക്രീസ് ദ INR കുറയും. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻസ് പകരം കൊടുക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് HIV മരുന്നുകൾക്കൊപ്പമാണ്. HIV ഓർ എയ്ഡ്സിന് കൊടുക്കുന്ന മരുന്നുകൾ ഏറ്റവും ഫേമസ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് ഏതാണ്? നാവിർ, സെലറിറ്റോനാവിർ പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള പേരുള്ള മരുന്നുകളാണ് എല്ലാം നാവിർ. സോ ഇതിന്റെ എല്ലാം മെറ്റബോളിസം ഭയങ്കരമായിട്ട് വർദ്ധിക്കുമ്പോൾ എഫക്റ്റ് പോകും. ദെൻ NRTIs എടുത്തു കഴിഞ്ഞാൽ അതൊക്കെയായിരുന്നു സിഡോവുഡിനായാലും ലാമിവുഡിനായാലും ടെനോഫോർ
ടെനോഡോവിർ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മരുന്നിന്റെയും ഗുണം കുറയും. NNRTO എല്ലാ NNRTയുടെയും ഫലം കുറയും. നെവിറാപ്പിൻ അല്ലെങ്കിൽ റാൽപിവിറിൻ സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മരുന്നിന്റെയും എഫക്ട് കുറയും. ആൻഡ് എഫക്റ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ലാത്ത മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫാവിറൻസ് ആണ്. ഒരു എഫാവിറൻസിന് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തായാലും HIV ഉള്ള ആൾക്കാർക്ക് TB ആണ് ഒരു പ്രധാനപ്പെട്ട രോഗമായിട്ട് വരുന്നത്. സോ അപ്പോൾ നമുക്കിത് കൊടുക്കാൻ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മരുന്ന് റിഫാബ്യൂട്ടിൻ എന്ന് പറയുന്ന മരുന്നാണ്. റിഫാബ്യൂട്ടിൻ ഇതേപോലെ നല്ല എഫിഷ്യൻസി ഉണ്ട്, HIV-യിൽ TB എഫിക്കസി ഉണ്ട്. പക്ഷേ നോ എൻസൈം ഇൻഹിബിഷൻ, എൻസൈം ഇൻഹിബിറ്ററി ആക്ഷൻസ് ഇല്ലാത്ത മരുന്നാണ് റിഫാബ്യൂട്ടിൻ എന്ന് പറയുന്ന മരുന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതേ കോണ്ടെക്സ്റ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. ദിസ് റിഫാംബസിൻ ഒരു PGP ഇൻഡ്യൂസർ ആണ്. PGP ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻഡ്യൂസർ ആണ്. അപ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ എഫ്ലക്സ് പല മരുന്നുകളെയും സെല്ലിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് കളയും. സോ എക്സാമ്പിൾ ഒരു മരുന്ന് പറഞ്ഞാൽ ഡിജോക്സിൻ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡിജോക്സിനെ സെല്ലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എറിഞ്ഞു കളയും, അല്ലെങ്കിൽ എഫ്ലക്സ് കൂട്ടും. ഇനി മെറ്റബോളിസത്തിന്റെ തന്നെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് INH-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. സോ INH-ന്റെ മെറ്റബോളിസം ഓർ നമ്മൾക്ക് അതിന് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ബൈ അസറ്റിലേഷൻ വഴിയാണ് നടക്കുക. അസറ്റിലേഷൻ ഇത് ചെയ്യുന്നത് നാറ്റ് എന്ന് പറയുന്ന എൻസൈമാണ്. അതിന്റെ പേര് N-അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ അസറ്റിലേഷൻ നടത്തുക. ഈ എൻസൈമിന് ഫാർമക്കോജനറ്റിക് വേരിയേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഇത് പല രീതിയിലാണ്. രണ്ട് തരം വേരിയേഷൻ ആണ് ഏറ്റവും പ്രധാനം. ഒന്ന് ദർ ആർ പീപ്പിൾ കോൾഡ് ആസ് ഫാസ്റ്റ് അസറ്റിലേറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഇന്ത്യക്കാരിൽ 1/3 ഫാസ്റ്റ് അസറ്റിലേറ്റേഴ്സ് ആണ്. സോ ഇവരിൽ എന്ത് സംഭവിക്കും? മരുന്ന് വേഗത്തിൽ അസറ്റിലേഷൻ നടക്കും, വേഗത്തിൽ നശിച്ചു പോകും. സോ മെറ്റബോളിസം കൂടുന്നത് കൊണ്ട് ഇപ്പൊ ലിവറിന് ചെറിയ പ്രശ്നമുണ്ട്, ഹെപ്പാറ്റോടോക്സിസിറ്റി കൂടുതലായിട്ടുണ്ടാകാം. ആൻഡ് ദിസ് ഈസ് റിവേഴ്സിബിൾ ആണ്, റിവേഴ്സിബിൾ ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാകും. ആൻഡ് രണ്ടാമത്തേത് സ്ലോ അസറ്റിലേറ്റേഴ്സ് ആണ്. സ്ലോ അസറ്റിലേറ്റേഴ്സ് നമ്മളുടെ 3/2 പേരും സ്ലോ അസറ്റിലേറ്റേഴ്സ് ആണ്. ഇന്ത്യക്കാർ ഭൂരിഭാഗവും അപ്പോൾ സ്ലോ അസറ്റിലേറ്റേഴ്സ് ആണ്. ഇവരിൽ പ്രധാനപ്പെട്ട പ്രശ്നം ന്യൂറോടോക്സിറ്റി ആണ്. INH വർദ്ധിക്കും, INH-ന്റെ മെറ്റബോളിസം കുറയും, അത് ന്യൂറോടോക്സിറ്റി ഓർ ഇറ്റ് ക്യാൻ കോസ് പെരിഫറൽ ന്യൂറൈറ്റിസ് പോലെയുള്ള ന്യൂറോടോക്സിറ്റി കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ഇത് തടയാൻ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് പിരിഡോക്സിൻ ഓർ വൈറ്റമിൻ B6 ആണ്. തടയാനായിട്ട് ഒരു 10 മില്ലിഗ്രാം ദിവസം കൊടുക്കാം. ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കതൊരു 100 മില്ലിഗ്രാം ദിവസം കൊടുക്കേണ്ടി വരും. അതാണ് മെറ്റബോളിസം ആയിട്ടുള്ള മറ്റൊരു പ്രശ്നം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ദിസ് ഐസോനിയാസിഡ് ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഏറ്റവും കൂടുതൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നു പോകുന്ന TB മരുന്ന് ഇതാണ്. ആൻഡ് ഇത് കടക്കുമെന്ന് വെച്ചാൽ യെസ് ദിസ് ക്യാൻ ഓൾസോ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, പക്ഷെ ഇതാണ് കൂടുതലായിട്ട് കിടക്കുക. സോ അതുകൊണ്ട് തന്നെ മോർ CNS എഫക്ട് ഓർ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ആർക്കാണ്? INH-നെയാണ്. ഇനി കൈനറ്റിക്സിൽ ലാസ്റ്റ് പാരാമീറ്റർ നമ്മുടെ എലിമിനേഷൻ ആണ്. എലിമിനേഷൻ വന്നു കഴിഞ്ഞാൽ INH യൂറിനിലൂടെയാണ് അധികവും കടന്നു പോകുക. സോ യൂറിനിലൂടെ പോകുന്ന മരുന്നുകളൊക്കെ തന്നെ കിഡ്നി ഫെയിലിയർ വരുമ്പോഴത്തേക്കും നമുക്ക് ഡോസ് കുറയ്ക്കേണ്ടി വരും. റിഫാംബസിൻ എന്ന് പറയുന്ന മരുന്ന് മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ബട്ട് ഇതിന്റെ എൻഡറോ ഹെപ്പാറ്റിക് റീസൈക്ലിംഗ് നടക്കുന്ന ഒരു മരുന്ന്. ആൻഡ് ഇതിന്റെ ഓൺലി 30% മാത്രമാണ് യൂറിനിലൂടെ പോകുക. ബാക്കി മൊത്തം പോകുന്നത് ഫീസസിലൂടെയാണ്, മലത്തിലൂടെയാണ്. സോ അതുകൊണ്ട് ദിസ് ഈസ് കിഡ്നി സേഫ് ആണ്, കിഡ്നിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ കിഡ്നിയിലൂടെ അല്ല ഇത് പുറത്തേക്ക് പോകുന്നത്. സോ റീനൽ ഫെയിലിയർ പേഷ്യൻസിൽ നമുക്ക് ഏറ്റവും നല്ല TB മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിഫാംബസിൻ ആണ്. ഡോസ് കുറയ്ക്കേണ്ട കാര്യം ഇല്ല. നോ നീഡ് ടു റെഡ്യൂസ് ഡോസ് ഇൻ കിഡ്നി ഫെയിലിയർ ഓർ റീനൽ ഫെയിലിയർ വിത്ത് റിഫാംബസിൻ. ഇനി 2 മരുന്നും അല്ലെങ്കിൽ എല്ലാ മരുന്നും HRZD എന്ന് പറയുന്ന നമ്മുടെ എല്ലാ കോമ്പിനേഷനും പ്രഗ്നൻസിയിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ്. അപ്പൊ ഇനി നമുക്ക് യൂസസ് ആണ് പറയേണ്ടത്. യൂസസ് ഓഫ് INH ആൻഡ് റിഫാംബസിൻ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ INH-ഉം റിഫാംബസിനും രണ്ടും TB ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ലൈൻ തന്നെയാണ്, ഇതും ഫസ്റ്റ് ലൈൻ ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ആൻഡ് INH ഇസ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ബോത്ത് ട്രീറ്റ്മെന്റിലും ഫസ്റ്റ് ആണ് ആൻഡ് ഓൾസോ ഇൻ പ്രൊഫൈലാക്സിസ് ഓർ പ്രിവെൻഷൻ. TB വരാതിരിക്കാനും പ്രിവെൻഷൻ ഓഫ് TB ഇതിലും ഫസ്റ്റ് ഡ്രഗ് ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്. റിഫാംബസിനും ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേസ്, റിഫാംബസിനും ഇതേ എഫക്ട് തന്നെ ഉണ്ട്. പക്ഷെ തടയാനായിട്ട് പ്രൊഫൈലാക്സിസിന് നമ്മൾ അധികവും വി ചൂസ് INH ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. INH ആണ് പ്രധാനം. ഇനി INH-ന് ഓൺലി ഇൻ TBയിൽ മാത്രമേ ആക്ഷൻ ഉള്ളൂ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ റിഫാംബസിൻ അങ്ങനെയല്ല. ഇറ്റ്സ് എ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് മരുന്നാണ് റിഫാംബസിൻ. വീണ്ടും ഡ്രഗ് ഓഫ് ചോയ്സ് എവിടെയാണ്? ഇൻ ലെപ്രസിയിൽ
മാർക്കറ്റിലെ നമ്പർ 1 ഡ്രഗ്, മോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗും അതും റിഫാംബസിൻ ആണ്. മാസത്തിൽ ഒരിക്കൽ 600 മില്ലിഗ്രാം അഡൽട്ടിൽ അങ്ങനെയാണ് കൊടുക്കുക റിഫാംബസിൻ. ദെൻ മറ്റ് ബാക്ടീരിയകൾക്കെതിരെ, ഇപ്പോൾ ഉദാഹരണം ആന്ത്രാക്സിൽ, ബാസിലസ് ആന്ത്രാസിസിൽ ഇതിന് പ്രവർത്തനമുണ്ട്. ദെൻ മെനിഞ്ചൈറ്റിസ് തടയാൻ, മെനിഞ്ചൈറ്റിസിന്റെ പ്രൊഫൈലാക്സിസ്, ഇപ്പൊ എച്ച് ഇൻഫ്ലുവൻസ മൂലമായാലും നെസീരിയ മെനിഞ്ചൈറ്റിഡിസ് മൂലമായാലും ഇങ്ങനെയൊക്കെയുള്ളതിന് പ്രവർത്തനം തടയാൻ, കാരണം ഇതിന് നെയ്സോഫാരിങ്സിൽ നന്നായിട്ട് എത്താൻ പറ്റും ഈ മരുന്നിന്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രൊഫൈലാക്സിസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് 600 മില്ലിഗ്രാം 2 നേരം കൊടുക്കുന്നുണ്ട്. 4 ഡോസ് ആണ് നമ്മൾ അതിനൊക്കെ കൊടുക്കുക. ഇനി ബ്രൂസല്ലോസിസിൽ എഫക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ റിഫാംബസിൻ പ്ലസ് നമ്മൾ കൊടുക്കുക ഡോക്സിസൈക്ലിനും കൂടി ചേർത്തായിരിക്കും നമ്മൾ കൊടുക്കുക. ദെൻ നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് അല്ലെങ്കിൽ MRSAയിൽ ഇതിന് ആക്ഷൻ ഉണ്ട്. ദെൻ ഫെറങ്കിൾസ്, സ്കിൻ ഇൻഫെക്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് ഒറിജിനോസ, സ്യൂഡോമോണാസിനെതിരെ ഫലമുണ്ട്. ഈ കോളൈസോ ഇറ്റ് ഈസ് ഹാവിംഗ് ഡിഫറെന്റ് ആക്ഷൻസ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ. ഇതിന് പക്ഷേ INH TBയിൽ മാത്രമേ ആക്ഷൻ ഉള്ളൂ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഹെഡിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യാം. അത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ADRs ഒന്ന് കമ്പയർ ചെയ്താൽ രണ്ടും, ഇതും ഹെപ്പാറ്റോടോക്സിറ്റിക് ആണ്, ഇതും ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാകും. INH ഫാസ്റ്റ് അസെറ്റിലേറ്റേഴ്സിനാണ് ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കുക. ആൻഡ് ദിസ് ഈസ് റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു. രണ്ടായാലും അപ്പോൾ ജോണ്ടിസ് ഉണ്ടാക്കാം, ലിവർ എൻസൈംസ് കൂട്ടാം, SGOT SGPT ഒക്കെ വർദ്ധിപ്പിക്കാം. സോ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുക ആൽക്കഹോളിക്സിൽ ലിവർ ടോക്സിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഹെപ്പാറ്റോടോക്സിറ്റി ആന്റി TB മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇത് രണ്ടുമല്ല, അത് പൈറാസിനമൈഡ് എന്ന് പറയുന്ന മരുന്നാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ദെൻ ഐസോനിയാസിഡിന്റെ ഒരു പ്രശ്നം ന്യൂറോടോക്സിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറൈറ്റിസ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കും. സ്ലോ അസെറ്റിലേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു, പിരിഡോക്സിൻ വഴി കുറയ്ക്കാമെന്നും പറഞ്ഞു. സോ CNS എഫക്ട്സ് വേറെയും ഉണ്ട്, ബിക്കോസ് ഇറ്റ് ക്യാൻ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ നമ്മൾ പറഞ്ഞു. സോ എപ്പിലെപ്സി ഉള്ള ആൾക്കാരിൽ ഇത് കൊടുക്കാൻ പറ്റില്ല, കൺവൾഷൻസ് ഉള്ള ആൾക്കാരിൽ പറ്റില്ല. ദെൻ സൈക്കോസിസ് ഉള്ള ആൾക്കാരിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇതിന് സൈക്കോസ് ഉണ്ടാക്കാം. മെമ്മറി ലോസ് കുറയ്ക്കാം. സോ CNS പെനിട്രേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ദെൻ ഈ CNS ടോക്സിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അനീമിയ ഉള്ള ആൾക്കാർ, ദെൻ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർ, മാൽ ന്യൂട്രീഷൻ നന്നായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാത്ത ആൾക്കാരിൽ, പിന്നെ ആൽക്കഹോളിക്സ്, അവർക്കൊക്കെയാണ് CNS ടോക്സിറ്റി കൂടുതലായിട്ടുണ്ടാകും. ആൻഡ് ദിസ് ക്യാൻ കോസ് ഒപ്റ്റിക് ന്യൂറൈറ്റിസും കുറച്ച് ഉണ്ടാക്കാം. കമ്പാരബിൾ ടു എത്തംബ്യൂട്ടോൾ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. അത്രയുമില്ല എങ്കിലും ഇതിന് കുറച്ചുണ്ടാക്കും. റിഫാംബസിന് CNS എഫക്റ്റുകൾ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി ബാക്കിയുള്ള അഡ്വേഴ്സ് എഫക്ട് നമുക്ക് ഇതേപോലെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല. INHന് ബാക്കി അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ അനീമിയ ഉണ്ടാക്കാം, ആർത്രാൾജിയ ജോയിന്റ് വേദന ഉണ്ടാക്കാം. പക്ഷെ അത് പൈറാസിനമൈഡ് എന്ന മരുന്നിനെ അപേക്ഷിച്ച് അതും കുറവാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ദിസ് ക്യാൻ കോസ് SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസ് ഉണ്ടാക്കാം. ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാക്കാം. വളരെ അപൂർവമായിട്ട് ഇറ്റ് ക്യാൻ ഓൾസോ കോസ് കാറ്ററാക്റ്റും കൂടി ഉണ്ടാക്കാം. റിഫാംബസിൻ, ഇനി റിഫാംബസിനെ പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ റിഫാംബസിന്റെ ഒരു പ്രശ്നം റെഡ് ഓറഞ്ച് കളർ യൂറിനിൽ ഉണ്ടാക്കും എന്നുള്ള. സാധാരണ ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. മാത്രമല്ല മറ്റ് സെക്രീഷൻസ്, ബാക്കി സെക്രീഷനുമൊക്കെ ചിലപ്പോൾ ഈ കളർ ഉണ്ടാക്കാം. രണ്ടാമത്തെ ഒരു പ്രശ്നം ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാം. റാഷസ് ആണ് പ്രധാനം. ദെൻ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാം. പനി, ഫീവർ, ചിൽസ് ഉണ്ടാക്കാം. മയാൾജിയ, പേശിവേദന അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇത് കൂടുതലായിട്ട് ഇന്റർമിറ്റന്റ് ആയിട്ട് റിഫാംബസിൻ കഴിക്കുന്ന ആൾക്കാരിലാണ് ഈ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കാണുക. ബാക്കി റിഫാംബസിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ നമ്മളൊരു സിൻഡ്രോം ആയിട്ട് പറയാം. വൺ ഈസ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയാം. റെസ്പിറേറ്ററി സിൻഡ്രോമിൽ ഡിസ്നിയ, ശ്വാസം മുട്ടുണ്ടാക്കാം. സയനോസിസ്, ശരീരനീല കളർ, ഷോക്ക്. സോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്നുടൻ നിർത്തുക എന്നുള്ളതാണ്, വീണ്ടും കഴിക്കാൻ പാടില്ല. സോ റെസ്പിറേറ്ററി സിൻഡ്രോം സീരീസ് ആണ്. രണ്ടാമത്തെ പ്രശ്നം ക്യൂട്ടേനിയസ് സിൻഡ്രോം ആണ്. ക്യൂട്ടേനിയസ് സിൻഡ്രോമിൽ ഫ്ലഷിംഗ് ഉണ്ടാക്കാം, ഇച്ചിങ്, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ത്രോംബോസൈറ്റോപീനിക് പെർപ്യൂറ എന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് മരുന്ന് നിർത്തണം, വീണ്ടും മരുന്ന് കഴിക്കാനായിട്ട് പാടില്ല, വീണ്ടും കഴിക്കാൻ പാടില്ല. ദെൻ അത് ഈ മരുന്നിനുണ്ടാക്കാൻ നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ നമുക്ക് ഇവിടെ എഴുതാം. സോ നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ നമുക്ക് 2 സ്ഥലത്തും എഴുതാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിഫാംബസിൻ ആൻഡ് INHനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി ബാക്കി TB ഡ്രഗ്, പൈറാസിനമൈഡിനെ കുറിച്ച് പറയണം, എത്താംബ്യൂട്ടോളിനെ കുറിച്ച് പറയണം, സ്ട്രെപ്റ്റോമൈസിൻ ഉണ്ട്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വേറെ സ്ഥലത്ത് ബെഡാക്വിലിൻ പോലെയുള്ള മരുന്നുകളുണ്ട്. സോ അതൊക്കെ നമുക്ക് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.